ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് എപ്പോഴും നമ്മൾ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി. അപ്പോൾ ആ ഒരു വലിയ ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ തിരൂർ പോവുകയാണ് കസിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട്. കുറേ വീഡിയോസൊക്കെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്, ഒരു ത്രൂ ഔട്ട് വീഡിയോ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഫ്രൈഡേ ആണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. 6:45 നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നത്. വന്ദേ ഭാരത് ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തി. ട്രെയിൻ ശകലം ലേറ്റ് ആയിരുന്നു. 7:10 ആയപ്പോഴാണ് ട്രെയിൻ വന്നത്. ഞാനിത് ഈ പറഞ്ഞ പോലെ ടി വിയിൽ നമ്മൾ വീഡിയോസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ വന്ദേ ഭാരത്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ കയറാനായിട്ടുള്ളതും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിൽ എല്ലാ ട്രെയിനും ഇങ്ങനെ ആക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ നൈറ്റ് ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ റൈസും ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ റൈസ് മാത്രമേ കഴിച്ചുള്ളൂ. എനിക്ക് ആ സമയത്ത് ചപ്പാത്തി കഴിക്കാൻ തോന്നിയില്ല. അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ഐസ്ക്രീമൊക്കെ വന്നു. പിന്നെ എടുത്ത് പറയേണ്ടതാണ് അതിൻ്റെ ടോയ്ലറ്റ്സ്. ഇത്രയും ക്ലീനായിട്ട് ഞാൻ വേറെ ട്രെയിനിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരൂരെത്തി. എനിക്കൊന്ന് അറൗണ്ട് ഒരു 3 hours മുന്നേ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കല്യാണ വീട്ടിലെത്തി. അപ്പോൾ അവിടെ ഓൾറെഡി എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് കണ്ടാത്തൊന്നും നമ്മൾ ഗ്രൂം ടു ബിക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയാണെന്ന് ഒരിക്കലല്ല. നമ്മൾ വളരെ നേരത്തെ ചെന്നതുകൊണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നത് ഇതെൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളാണ് കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ ചെന്നു. നെക്സ്റ്റ് ഡേ ഇടാനായിട്ടുള്ള ഈ ലെഹങ്ക ഒന്ന് സ്റ്റീം ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ രാത്രി അതിൻ്റെ തിരക്കായിരുന്നു. അങ്ങനെ സ്റ്റീമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കയറി കിടന്നു ഒരു ടൈം ആയപ്പോഴത്തേക്കും. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ഡേ എത്തി. നമുക്ക് ഒരു അറൗണ്ട് ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് നിന്ന് പുട്ടിയിടലാണ്. അതിന് വിശന്ന് കണ്ണുപോലും കാണാത്ത അവസ്ഥയായിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ഇട്ട് കൊടുക്കുകയായിരുന്നു. ഒരാൾക്ക് ഐ ഷാഡോ ഇടുന്നു, വേറൊരാൾക്ക് ലിപ്സ്റ്റിക് ഇടുന്നു, പിന്നെ തലയിൽ പൂ വെക്കുന്നു. അങ്ങനെ ഒരു ബഹളമായിരുന്നു രാവിലെ. കാരണം നമുക്ക് നമ്മുടെ തിരൂരിൽ നിന്നൊരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ദക്ഷിണ കൊടുക്കൽ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. രാമനാട്ടുകരയായിരുന്നു കുട്ടിയുടെ സ്ഥലം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ വരുന്നതാണ് നമ്മളുടെ മണവാട്ടിക്കുട്ടി അനഘ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെഡ്ഡിങ്ങൊക്കെ കൂടി. ഇതായിരുന്നു എൻ്റെ ലുക്ക്. ഇത് എൻ്റെ എൻഗേജ്മെൻറ്റ് ലെഹങ്കയാണ്. അപ്പോൾ അതിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാനിതൊരു ക്രോപ്പ് ടോപ്പായിരുന്നു ഇതുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത്തവണ വേറൊരു റെഫറൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ട റെഫറൻസ് എടുത്തിട്ട് ഞാനിത് ബ്ലൗസ് ആക്കിയത് ഈ ഒരു ഹാഫ് സാരി ലുക്കിലാക്കി. പിന്നെ നമ്മൾ പോയി സദ്യയൊക്കെ കഴിച്ചു. നല്ല സദ്യയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നു. ബസ്സിനായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയത്. അതുപോലെ തന്നെ അന്ന് തന്നെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ഒട്ടും സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ എല്ലാവരും റിസപ്ഷന് വേണ്ടി റെഡിയായി. നല്ല ടയേർഡായിരുന്നു കേട്ടോ. കാരണം നല്ല ചൂടുണ്ടായിരുന്നു, ദിവസം നല്ല ചൂടായിരുന്നു. അങ്ങനെ നമ്മൾ റെഡിയായി. നമ്മളെല്ലാം അവിടുന്ന് ഒരു 5 minutes ഉണ്ടായിരുന്നുള്ളൂ ട്രാവൽ തിരൂരിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക്. അങ്ങനെ നമ്മളെല്ലാം റിസപ്ഷൻ ഹാളിലെത്തി. അവിടെ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലുക്ക് റിസപ്ഷൻ്റെ. ഇതൊരു ഡ്രേപ്പ് സാരി സെറ്റാണ്, ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ഇത് ഒരു സ്കേർട്ടും അതിൻ്റെ കൂടെ ആ ഒരു ദുപ്പട്ട പോലെ വരുന്നുണ്ട്. അതും സ്കേർട്ടിൽ നിന്ന് അറ്റാച്ച്ഡാണ്. പിന്നെ ഇങ്ങനെ ബാക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പുമാണ് ഞാൻ എൻ്റെ കൂടെ ഇട്ടിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ മണവാട്ടിനെയും ഫോട്ടോഷൂട്ടിന് വിട്ടു കൊടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ദം ബിരിയാണിയാണ് അവിടുത്തെ പരിപാടിക്കെല്ലാം കിട്ടുന്നത് കേട്ടോ. റിസപ്ഷനും അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കഴിച്ചതും ദം ബിരിയാണിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ, അപ്പോൾ ഡേ 2 ഇന്ന് നമ്മൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇവിടുന്ന് പയ്യൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി അവരുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിന് നമ്മൾ റെഡിയാവാനൊക്കെ പോകും. ഈ ഹൂപ്സ് എനിക്ക് മേമ വാങ്ങി തന്നു കേട്ടോ. മേമ ഇതുപോലെ വരുമ്പോൾ ഈ ഹൂപ്സ് എവിടെ കണ്ടാലും മേമ എനിക്ക് വാങ്ങിയിട്ട് വരും. പിന്നെ രാവിലെ ചായ കുടിക്കാനൊരു ബഹളം തന്നെയായിരുന്നു എല്ലാവരും കൂടി. കാരണം നമ്മൾ തലേന്ന് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ വിശാലമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാനായിട്ടൊരു അവസരം കിട്ടിയത് പിറ്റേന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കസിൻസാണ് കേട്ടോ ഇരിക്കുന്നത് ഫുള്ള്. അപ്പം നമ്മൾ നമ്മുടെ മണവാട്ടിക്കുട്ടീനെ വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കായിരുന്നു. അപ്പോൾ ആൾ സാരിയാണ് ഉടുത്തിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ സാരി ഉടുപ്പിക്കാനൊരു ബഹളമായിരുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ കൂടെ നമ്മുടെ മണവാളൻ എന്തൊക്കെയോ തപ്പി നടക്കുന്നുണ്ടായിരുന്നു. സാരി ഡ്രേപ്പിംഗ് എക്സ്പേർട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ രാമനാട്ടുകരയ്ക്ക് പോയി.
നമ്മുടെ വീട് കാണുന്ന അങ്ങനെ ഒരു ചെറിയ ചടങ്ങാട്ടോ. നമ്മൾ ഇവിടുന്ന് ചെക്കൻ്റെ വീട്ടിലെല്ലാവരും പോയി അവിടെ വീടൊക്കെ കണ്ട് വരുന്നൊരു ചടങ്ങാന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരു ഗ്യാതറിങ്, അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം എനിക്കറിയില്ല. മലപ്പുറം ചെന്ന് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കുന്നതല്ല. എനിക്ക് അവിടുത്തെ ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് ആ ബിരിയാണി, ആ സെൻറ്ററിലിരിക്കുന്ന സാലഡ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുപോലെ ഒരെണ്ണം കഴിച്ചില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു. കാരണം അതിനകത്ത് പൈനാപ്പിളും കൂടെ കട്ട് ചെയ്തിട്ടേക്കുന്ന ഒരു ഐറ്റമായിരുന്നു. എനിക്ക് എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, സാലഡ്സ് ഉണ്ടായിരുന്നു. നല്ല കിടിലം ബിരിയാണിയായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഫുഡാണല്ലോ മെയിൻ. അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതൊരു സൊറമുക്ക് പോലെയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. മെയിനായിട്ട് ഇങ്ങനത്തേതൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരെയും ഒന്ന് കാണാനും ഒന്ന് ഗ്യാദർ ചെയ്യാനും പറ്റുന്ന ഒരു ഒക്കേഷനായിരുന്നു അത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഞങ്ങൾക്ക് അന്ന് തന്നെ റിട്ടേൺ ട്രെയിൻ ഉണ്ടായിരുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല എന്താ പറയുക, ഒരു 2-3 ദിവസം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരുന്ന 2-3 ദിവസമായിരുന്നു അത്. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്കുള്ള ട്രെയിൻ പിടിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.